ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ പ്ലംബിംഗ് ചെയ്തവരാരും ഈ ഒരു വീഡിയോ കാണാതെ പോകരുത്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളുടെ വീട്ടിലെ വാട്ടർ ലൈൻ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ, മണ്ണിനടിയിൽ കൂടി പോകുന്ന വാട്ടർ ലൈൻ പൈപ്പ് ഏതെങ്കിലും കാരണവശാൽ പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്ലംബറെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ശരിയാക്കാനുള്ള ഒരു ടിപ്പാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പ്ലംബിംഗ് അറിയാവുന്നവർ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്ത് പോകാം. ഇത് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു പൊട്ടിയ ഭാഗത്തുള്ള പൈപ്പും കാര്യങ്ങളും എല്ലാം തെളിച്ചെടുത്തിട്ട് അത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ പൈപ്പിന് പുറമേയുള്ള മണ്ണും കാര്യങ്ങളും എല്ലാം ഒന്ന് പൈപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് പൊട്ടലുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് വെള്ളം ഒന്നുകൂടി ഒന്ന് വാൽവ് തുറന്നൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ പൊട്ടലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പൈപ്പ് പൊട്ടിയിരിക്കുന്നതിൻ്റെ കുറച്ച് ഇടതുവശത്തായിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പൊട്ടലിനോട് ചേർത്ത് കട്ട് ചെയ്യാതെ കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുന്നത്. ഹാക്സ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇവിടെ 1 ഇഞ്ച് പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പും 3/4 ഇഞ്ച് പൈപ്പും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു പ്ലംബറൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് ആ ഒരു പീസ് പൈപ്പിനെ മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു കുഴിയിലുണ്ടായിരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഞാനിവിടെ ഒരു ചിരട്ട ഉപയോഗിച്ചിട്ട് ആ കുഴിയിലുണ്ടായിരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു പൊട്ടിയ പീസിൻ്റെ, ഇവിടെ 1 ഇഞ്ച് പൈപ്പാണ് പൊട്ടിയേക്കുന്നത്. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് പൈപ്പ് തന്നെ നമുക്ക് ആ ഒരു മുറിച്ചെടുത്ത ആ ഒരു പീസിൻ്റെ അളവിൽ നമുക്കൊന്ന് വേറൊരു പീസിനെ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പൈപ്പിൻ്റെ സൈസ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ആ ഒരു മുറിച്ചെടുത്ത പീസ് കടയിൽ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അതേ അളവിലുള്ള പൈപ്പ് അവർ തരുന്നതായിരിക്കും. ഞാനിവിടെ ഏകദേശം ഒരു 1/2 മീറ്റർ പൈപ്പാണ് വാങ്ങിയേക്കുന്നത്. അതിനുശേഷം ആ ഒരു മുറിച്ചെടുത്ത പീസിൻ്റെ അതേ അളവിൽ ആ ഒരു പുതിയ പൈപ്പ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൈപ്പ് വാങ്ങിയതിനോടൊപ്പം തന്നെ ഞാനിവിടെ 2 കപ്ലിങ് കൂടി വാങ്ങി വന്നിട്ടുണ്ട്. കപ്ലിങ്ങും പൈപ്പ് ഒട്ടിക്കാനുള്ള സോൾവെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിവിടെ 1 ഇഞ്ച് കപ്ലിംഗ് ആണ് വാങ്ങിയേക്കുന്നത്. 3/4 ഇഞ്ച് പൈപ്പാണെങ്കിൽ 3/4 ഇഞ്ച് കപ്ലിങ് വാങ്ങണം. അതിനുശേഷം സോൾവെൻറ്റ് പുരട്ടിയതിന് ശേഷം ആ ഒരു കട്ട് ചെയ്തെടുത്ത പൈപ്പിൻ്റെ 2 തലക്കിലായിട്ട് ഇത്തരത്തിൽ ഈ ഒരു കപ്ലിങ്ങിനെ ഒട്ടിച്ചു കൊടുക്കണം. മുറിച്ചെടുത്ത പൈപ്പിൽ കപ്ലിംഗ് അടിച്ചതിന് ശേഷം ഇവിടെ ഇത് ഒട്ടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കപ്ലിംഗ് ഉണ്ടാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കപ്ലിംഗ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആ പുറമേ ആ ഒരു പൈപ്പ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം അതിലേക്ക് കയറി കിടക്കുന്ന അളവിലും കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 ഇഞ്ചോളമായ 2 കപ്ലിങ്ങിലും കയറി കിടക്കത്തുള്ളൂ. അപ്പോൾ അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു പൈപ്പിനെ ചൂടാക്കാനായിട്ട് നമ്മളുടെ കയ്യിലിവിടെ ഹീറ്റ് ഗണ്ണുണ്ട്. എന്നാൽ അത് എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ പേപ്പർ കത്തിച്ചിട്ടാണ് ഈ ഒരു പൈപ്പിനെ ചൂടാക്കുന്നത്. ചൂടാക്കാതെ നമുക്കിത് ഒട്ടിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ഞാനിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു പൈപ്പിൻ്റെ സെൻറ്റർ ഭാഗം നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കണം. ചൂടാക്കാതെ നമുക്കിത് ഒട്ടിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം അത് കയറ്റിയിട്ട് ഒട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ചൂടാക്കുന്ന സമയത്ത് പൈപ്പ് ഒന്ന് ഫ്ലെക്സിബിൾ ആവും. ആ ഒരു ഫ്ലെക്സിബിൾ ആവുന്ന സമയത്ത് നമുക്ക് 2 സൈഡിലും സോൾവെൻറ്റ് പുരട്ടിയതിന് ശേഷം സിമ്പിളായിട്ട് തന്നെ അതിലേക്ക് ഒട്ടിക്കാനായിട്ട് സാധിക്കും. പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് അത്യാവശ്യം നല്ലതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൈപ്പിൻ്റെ എൻഡ് ഭാഗത്ത് ഇതുപോലെ സോൾവെൻറ്റ് പുരട്ടിയതിന് ശേഷം കപ്ലിങ്ങിൻ്റെ സൈഡിലും സോൾവെൻറ്റ് പുരട്ടിയതിന് ശേഷം ഒരു സൈഡ് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു സെൻറ്റർ ഭാഗം ഇത്തരത്തിലൊന്ന് വളച്ച് പിടിച്ചതിന് ശേഷം രണ്ടാമത്തെ സൈഡിലും സോൾവെൻറ്റ് പുരട്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഇതുപോലെ കയറ്റി ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പൈപ്പിന് ഒരു ഡാമേജും ഉണ്ടാവത്തില്ല. അതിനുശേഷം ഒരു കോട്ടൺ വേസ്റ്റോ മറ്റോ ഒന്ന് നനച്ച് ആ ഒരു സെൻറ്റർ ഭാഗത്തൊന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകും. ലീക്കോ കാര്യങ്ങളോ ഒന്നും ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല. ആ ഒരു പൈപ്പ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അളവ് കൃത്യമായിട്ട് 2 സൈഡിലും കയറി കിടക്കാവുന്ന അളവിൽ മാത്രമായിട്ട് ആ ഒരു പൈപ്പിനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു പ്ലംബറൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പ് പിടിച്ച് പൊക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചരിക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കപ്ലിങ്ങിൻ്റെ 2 സൈഡിലേക്കും കയറി കിടക്കുന്ന അളവിലേക്ക് മാത്രം ആ ഒരു പൈപ്പിനെ മുറിച്ചെടുക്കുക. എന്നിട്ട് വേണം ചൂടാക്കി ഈ രീതിയിൽ ഒട്ടിക്കാൻ. നമ്മളിവിടെ വാൽവ് തുറന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വേണം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.